ശരിയായാലും ടുഗദർ ലൈവ് ഒക്കെ ഇട്ടു, പക്ഷെ ആൾക്കാർക്ക് അങ്ങോട്ട് കേറാൻ പറ്റത്തില്ല. എന്തൊരു ഞാൻ ഇട്ടത് ശരിയായാലും. നടക്കട്ടെ നടക്കട്ടെ. വേട്ടക്കാരാ. നോ 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 നോ, ഐ എം നോട്ട് എ വേട്ടക്കാരൻ. only soft man. The machan is soft. I am not a വേട്ടക്കാരൻ. ഹായ് ആതിര, ഹായ് കൂട്ടുകാരെ, ലൈവിലേക്ക് സ്വാഗതം. വരൂ മച്ചാൻ, ലൈവിലേക്ക് സ്വാഗതം. വരൂ ലേക്കടിച്ച് കയറി വരൂ കൂട്ടുകാരെ. മഴക്കാർ ഞാൻ ചാള വറക്കുക. ആഹാ കൊച്ചു കള്ള, എനിക്കൊരു 4 പീസാണ്. എനിക്ക് ഫേവററ്റ് ആണ്. ഐ ലൈക്ക് ചാള. ചാള വറക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും പക കൊതിപ്പിക്കാനായിട്ട് വന്നല്ലോ. എനിക്കൊരു 4 പീസ് തരണം. ചാള നെയ്ച്ചാളയാണ് എന്റെ ഫേവറേറ്റ്. നാക്കിലേക്ക് അപ്പൻ കൊടുത്തിട്ട് കേട്ടോ. ആർക്കാ ചാള വറുത്തത് വേണ്ടത്? എനിക്ക് വേണം. ലൈക്ക്, താങ്ക് യു. 27 കൂട്ടുകാർ ലൈക്ക് അടിച്ച് കയറി വരും. ആതിര സംഘോ മച്ചാനെ ഒന്ന് പരിചയപ്പെടുത്തു. മച്ചാൻ ലൈവിൽ ആദ്യമല്ലേ. മച്ചാന്റെ ചാനൽ വീഡിയോ ഒക്കെ കണ്ട് ലൈക്കും കമന്റ് ഇടും. തിരിച്ച് സപ്പോർട്ട് തരാം. മച്ചാന് കൂട്ടല്ലെങ്കിൽ മച്ചാനെ കൂട്ടാക്കിക്കോ. തിരിച്ച് ഡബിൾ കൂട്ടായിട്ട് അങ്ങോട്ട് വരും. മഴക്കാറ് ചാള ഏതാ? നെയ്ച്ചാളയാണോ അതോ ഒമാൻ ചാളയാണോ? ഒമാൻ ചാള കൊള്ളത്തില്ല കേട്ടോ, ഒരു ടേസ്റ്റും ഇല്ല. നമ്മുടെ നാട്ടിലത്തെ ചാള, നെയ്ച്ചാള അടിപൊളി. വാവ്, ചാള എന്ന് പറയാനാണ് എല്ലാവർക്കും അയ്യം. കൊടുത്താൽ മണമണാന്ന് അടിക്കും. സത്യം എന്റെ പൊന്നു, എല്ലാം ചാള എന്ന് പറയുമ്പോ പുച്ഛം. എനിക്ക് ഏറ്റവും നല്ല സൂപ്പർ സാധന ചാള. അത് നെയ്ച്ചാള കിട്ടണം. വാവ്, ഒരു നെയ്യും ഒന്നും വേണ്ട. നെയ്ച്ചാള കണ്ട് ഇട്ടിട്ട് ഞങ്ങളിവിടെ കടപ്പുറത്ത് എന്താ പറയാ, ഒമാൻ ചാള അല്ല. അപ്പൊ ഇത് എവിടെ, നമ്മുടെ നാട്ടിലെ ചാളയാണോ? ഞങ്ങളിവിടെ ഇവിടെ കടപ്പുറത്ത് നല്ല സീസൺ ഉണ്ട്. നെയ്ച്ചാളൊക്കെ ഇങ്ങനെ അടിച്ച് കയറും, കരയിലോട്ട് ചാടും. അപ്പൊ നമ്മൾ ചട്ടിയും കൊണ്ടും അതും ഇതും കൊണ്ട് ഇങ്ങനെ പിടിക്കും. സ്റ്റവൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പൊള്ളിച്ച് കഴിക്കും. ഓഹ്, എന്നാ ടേസ്റ്റ് അറിയാം. ഇങ്ങനെ മുളക് പൊടി, കുരുമുളക് ഞങ്ങളിവിടെ പൊള്ളിച്ച് കഴിക്കുന്ന പറയും. നിങ്ങളവിടെ എന്തോ പറയുന്ന അറിയത്തില്ല. കൊച്ചിയില് ഞങ്ങളിങ്ങനെ അതിന് എണ്ണയൊന്നും വേണ്ട, വെറും ചട്ടിയില് ഇങ്ങനെ അവിടെ ചവ വെച്ചിട്ട് ഇതങ്ങോട്ട് കഴിവൊന്നും വേണ്ട. നല്ല കടലിലെ ഫ്രഷ് ചാള ജീവനോടെ കിട്ടുന്നതല്ലേ. ഓഹ്, കിട്ടുക്ക് ടേസ്റ്റാ അത്. ഒമാൻ ചാള കൊള്ളത്തില്ല കേട്ടോ, വെറും ഒരു കാശിന് കൊള്ളത്തില്ല. ഭയങ്കര മുള്ളാണ്, ഒരു രുചിയില്ല ഒമാൻ ചാള. പക്ഷെ നമ്മുടെ നാട്ടിലത്തെ ചാള എന്ന് പറഞ്ഞാൽ പക്ഷെ അതിവിടെ അത് പാകമാകാൻ സമ്മതിക്കത്തില്ല. അതൊന്നും നെയ്ച്ചാളായിട്ട് നല്ല വിളഞ്ഞു വരാൻ സമ്മതിക്കത്തില്ല. അതിനു മുമ്പ് പിടിക്കുക എല്ലാവരും. അതുകൊണ്ടാണ് നമുക്ക് നെയ്ച്ചാള കുറവ് കിട്ടുന്നത്. നിങ്ങൾ കൊച്ചിയിലൊക്കെ നമ്മൾ അവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നതല്ലേ. നമ്മുടെ ഇവിടെ കൊല്ലത്ത് നല്ല സൂപ്പർ നല്ല ഫ്രഷ് ചാള കിട്ടും. ഞങ്ങൾക്ക് ഇവിടെ ഹാർബറൊക്കെ ഉണ്ടല്ലോ, ഇവിടെ അതൊക്കെ ഉണ്ട്. നല്ല ഇവിടെ വള്ളക്കാരൊക്കെ പോകും. നല്ല ഫ്രഷ് ചാള കിടുക്ക്. ചാള എവിടെ കിട്ടിയാലും, ഞാൻ ഹോട്ടലിലായാലും എവിടെയായാലും ചാള വറുത്തത് വിടത്തില്ല. അതിന്റെ ഒരു രുചി വേറെയാണ്. അത് വേറെ ഒന്നിനും കിട്ടത്തില്ല. പിന്നെ നൊത്തോലി പീര പറ്റിക്കുക, നൊത്തോലി വറുക്കുക, സൂപ്പറാണ്. അതൊക്കെ ഇവർക്കൊക്കെ അറിയാമോ? നമ്മളിങ്ങനെ കളിയാക്കാൻ പറയും ചാളത്തടി എന്നൊക്കെ പറയും. പക്ഷെ അതിന്റെ ഗുണം ഭയങ്കര. അന്നേരം പോയാ ചാള വറക്കുകയാണ്. അത് നിങ്ങളുടെ അവിടെ കിട്ടുന്നത് ഫ്രഷ് ചാളയല്ലല്ലോ, ഇവിടുന്ന് കയറ്റി അയക്കുന്ന സാധനമല്ലേ. അത്രയും ടേസ്റ്റ് കിട്ടുമോ? അത്ര ദിവസം ഇങ്ങനെ കപ്പൽ വഴിയാണോ അതോ ഫ്ലൈറ്റ് വഴിയാണോ കിട്ടുന്നത്? അപ്പൊ അതിൻ്റെതായ ടേസ്റ്റ് കിട്ടുമോ? ഐസിട്ട് വരുന്നില്ലേ അവിടെ വരെയൊക്കെ? നമ്മുടെ നാട്ടിലെ ആ ഒരു ടേസ്റ്റ് കിട്ടുമോ? മഴക്കാർ ചാള വറുത്ത് കഴിഞ്ഞ കൊറിയർ വഴി അയക്കി.